അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 6-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവരാജ്യ ബോധ്യങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്നത് അവരുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഓരോ കാര്യത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പാതകളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദൈവവചനങ്ങളും ലോകം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വേദപുസ്തകത്തിലുള്ള ഓരോ വചനങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണപ്പെടുന്ന സമൃദ്ധിയുടെ അടിത്തറയായി നിലകൊള്ളാൻ വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന സമൃദ്ധിയുടെ അടിത്തറകളാണ്. ഇതിനെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തകർച്ചകൾ കടന്നു വരികയാണ്. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. പാലായിലുള്ള പ്രമുഖമായ ഒരു ദേവാലയത്തിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവ പൈതൽ ആ ദേവാലയത്തിലേക്ക് വന്നു. ആ ദൈവ പൈതൽ പറഞ്ഞു, അച്ഛന്റെ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ പറഞ്ഞു, ധ്യാനവും ദൈവവചനവും എല്ലാം ദൈവമക്കൾക്ക് സമാധാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സഹോദരൻ ഈ ധ്യാനം കൂടിയിട്ട് സമാധാനം ഇല്ല എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ പട്ടണത്തിലുള്ള ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരനാണ്. എന്റെ കച്ചവടം ബീഡി, സിസർ, ഇത് പുകയില ഉൽപ്പന്നങ്ങൾ, ഇതിന്റെ എല്ലാം ഹോൾസെയിൽ ഡീലറാണ് ഞാൻ. ഓരോ ആഴ്ചയിലും 4-5 ലക്ഷം രൂപ ടേൺ ഓവറുള്ള ഒരു വൻ കച്ചവട സ്ഥാപനമാണ് എനിക്കുള്ളത്. എന്നാൽ അച്ഛൻ ദൈവവചന പ്രഘോഷണം നടത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ നിമിത്തം മറ്റൊരാൾ പാപം ചെയ്യാൻ ഇടവന്നാൽ നിങ്ങൾക്ക് നിത്യരക്ഷ ലഭിക്കുകയില്ല എന്ന്. അതുകൊണ്ട് അന്നു തൊട്ട് എന്റെ മനസ്സിൽ വലിയ ശങ്കയാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് നിത്യരക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ ഉപജീവന മാർഗമായിട്ടുള്ളത് ഈ കച്ചവടം മാത്രമാണ്. ഞാൻ എന്താണ് ചെയ്യുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവ പൈതൽ യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഇല്ല. അദ്ദേഹം എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ ദേവാലയവും ദൈവിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ പുകവലിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് സാധുക്കൾക്കും ധാരാളം സംഭാവനകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറവിന്റെ ആനന്ദത്തിന്റെ പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് പാപമാണോ? അദ്ദേഹത്തിന് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങ് ഈ ദൈവ പൈതലിനെ കുറിച്ചുള്ള ഹിതം വെളിപ്പെടുത്തി തരണമേ. ആ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 41-42 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ ആനയിച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 41-42 വാക്യങ്ങൾ ദൈവത്തിന്റെ വചന പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. വെളിപാടിന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിച്ചു, ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ഇതാണ് 2ാമത്തെ മരണം, അഗ്നി തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പേര് മായ്ക്കാൻ തക്കവിധം കഴിവുള്ള 2 കാര്യങ്ങളാണ് തിന്മ പ്രവർത്തിക്കുക, പാപഹേതു ആയിരിക്കുക.
പാപം ചെയ്യുന്നവൻ, തിന്മ പ്രവർത്തിക്കുന്നവൻ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടും എന്നതിന് ഒട്ടും സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ദൈവപുത്രനായ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, പാപഹേതുക്കളെയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. പാപഹേതുക്കളും നിത്യശിക്ഷയ്ക്ക് ഇരയായിത്തീരും. ഞാൻ പാപം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ നിമിത്തം മറ്റൊരാൾ പാപം ചെയ്യാൻ ഇടവന്നാൽ ആ വ്യക്തിയുടെ പേരാണ് പാപഹേതു. പാപഹേതു, പാപത്തിന് കാരണമാകുന്ന വ്യക്തിയെയാണ് പാപഹേതു എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ തിന്മ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പുകവലിക്കുന്നില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ കൂടുന്നുണ്ട്, ഞാൻ ദൈവവചനം വായിക്കുന്നുണ്ട്, ഞാൻ ധ്യാനം കൂടുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ആത്മാവിന്റെ നാശത്തിന് കാരണമാകാൻ, വേറെ ഏതെങ്കിലും ഒരു ആത്മാവിന് പാപത്തിന് കാരണമാകുന്ന പാപഹേതു ആണോ എന്ന് ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ജീവിതത്തെ വെച്ച് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാനും നിങ്ങളും പാപഹേതുവായി ഈ ഭൂമിയിൽ മാറുന്നെങ്കിൽ കർത്താവ് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നവന് ദുരിതം, അവന് കൂടുതൽ നല്ലത് ഒരു കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും. അത്രയ്ക്കും ഗൗരവത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഈ പാപത്തെക്കുറിച്ച് ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. അവൻ ഈ ഭൂമുഖത്ത്, ഈ ഭൂമിക്ക് പുറത്ത് ഉണ്ടാകാൻ പറ്റാത്ത വിധം അവൻ കടലിന്റെ ആഴത്തിൽ ചെന്ന് ഇനി ഒരിക്കലും പൊങ്ങി വരാത്ത വിധം വലിയൊരു തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും അവന് നല്ലത് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 6-ാം വാക്യത്തിൽ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പാപഹേതു എന്ന് പറഞ്ഞാൽ? ഇന്ന് ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റൊരാത്മാവിന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടോ? നിങ്ങൾ പുകവലിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പുകവലിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങൾ മദ്യപിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്, നിങ്ങളുടെ കടയിൽ നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദ്യപിക്കുന്ന ചാരായം അല്ലെങ്കിൽ മദ്യപാന വസ്തുക്കൾ, ലഹരി വസ്തുക്കൾ മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ, വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങൾ ബ്ലൂ ഫിലിം കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കടയിൽ നിന്നോ നിങ്ങളുടെ കയ്യിൽ നിന്നോ മറ്റുള്ളവരിലേക്ക് ബ്ലൂ ഫിലിമിന്റെ കാസറ്റുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. നിങ്ങളൊരു പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിങ്ങൾ പണം കൊടുക്കുന്ന വ്യക്തികൾ പോയി കഞ്ചാവ് കൃഷി ചെയ്യുകയും കഞ്ചാവ് വിപണനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാപഹേതുവാണ്. പ്രത്യക്ഷത്തിൽ നിങ്ങൾ പാപകരമായ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ പണം കൊടുക്കുന്നത് വഴി, നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കുന്നത് വഴി, നിങ്ങൾ രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത് വഴി, നിങ്ങൾ സാമൂഹിക സംരക്ഷണം കൊടുക്കുന്നത് വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ആത്മാവ് പാപകരമായ വഴികളിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ മകനെ, മകളെ, നീ ഈ ഭൂമിയിൽ ഒരു പാപഹേതുവാണ്. കാരണം നീ നിമിത്തം, നീ സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ട്, നീ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കൊണ്ട്, നീ ന്യായീകരിക്കുന്നത് കൊണ്ട്, നീ പിന്തുണയ്ക്കുന്നത് കൊണ്ട് ഒരാത്മാവ് ഈ ഭൂമിയിൽ ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പൈതലേ, നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയില്ല. പ്രഭാഷകൻ 13:13 പഠിപ്പിക്കുന്നു, നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെ സഞ്ചരിക്കുന്നുണ്ട്. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും നിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നു. ഈ തിന്മകളെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഈ തിന്മകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവവേദനെ, ജീവിതത്തിൽ പാപഹേതു ആകാതിരിക്കാൻ വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ചിലർ പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ഈ പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് വിൽക്കും, ഞാൻ ഈ മദ്യപാനത്തിന്റെ ഈ ചാരായം ഇവിടെ കൊടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ ചാരായം കൊടുക്കും, അപ്പൊ അതിനേക്കാൾ ഭേദം ഞാൻ കൊടുക്കുകയല്ല നല്ലത്. ഞാൻ ഇവിടെ ബാർ നടത്തിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ ബാർ നടത്തും, ഞാനിവിടെ ഈ ബ്ലൂ ഫിലിമിന്റെ കാസറ്റ് കട നടത്തിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കാസറ്റ് കൊടുക്കും, അതുകൊണ്ട് ഞാൻ മാത്രം കൊടുക്കാതിരുന്നുകൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിന്റെ വചനം ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. ലോകത്തിൽ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആറ് മൂലം അതുണ്ടാകുന്നുവോ അവന് ദുരിതം. പ്രിയപ്പെട്ട ദൈവവേദനയിലെ, നീ നിമിത്തം ആ ദുഷ്പ്രേരണ ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ദുഷ്പ്രേരണ ഉണ്ടാകും, ഈ ഭൂമിയിൽ ഇടർച്ച ഉണ്ടാകും,
ഈ ഭൂമിയിൽ പലതരത്തിലുള്ള പാപകരമായ സാഹചര്യങ്ങൾ, പാപഹേതുക്കൾ പലരിലൂടെയും, പാപകരമായ സാഹചര്യങ്ങൾ പലരിലൂടെയും ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. എന്നാൽ ആർ മൂലം ദുഷ്പ്രേരണ ഉണ്ടാകുന്നുവോ അവന് ദുരിതം, അവന് ദുരിതം, വലിയ ദുരിതമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയിൽ അഭിഷേകം പ്രാപിക്കുന്നില്ല. ഇന്ന് അനേക ദൈവമക്കൾ കഷ്ടപ്പെട്ടിട്ടും ആത്മീയമായും ഭൗതികമായും ഉയരുന്നില്ല. ഇന്ന് അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ മേൽപോട്ട് എറിയുന്ന വടി കീഴ്പോട്ട് വരുന്നത് പോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് ഒരു ഗുണവും കിട്ടാതെ, ഒരു ഗതിയും കിട്ടാതെ തിരിച്ചു വരുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പ്രബോധനം വഴി, നിങ്ങളുടെ ജീവിതം കണ്ടിട്ട്, നിങ്ങളുടെ ഓരോ വാക്കുകൾ വഴി, നിങ്ങളുടെ കൂട്ടുകെട്ട് വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മാവ് പാപം ചെയ്യാൻ ഇട വന്നിട്ടുണ്ടോ? നിങ്ങൾ ദുരുപയോഗിച്ചതിന് ഫലമായിട്ട് ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ആത്മാവ് വിശുദ്ധി വിട്ട് പാപത്തിലേക്ക് പോയിട്ടുണ്ടോ? പ്രാർത്ഥനയിലും ദൈവാരാധനയിലും മുഴുകിയിരുന്ന, പ്രാർത്ഥനയിലും ദൈവാരാധന സന്തോഷം കണ്ടിരുന്ന ഏതെങ്കിലും ആത്മാക്കൾ നീ സംസാരിച്ചപ്പോൾ, നീ ദുരുപദേശം കൊടുത്തപ്പോൾ പ്രാർത്ഥന നിർത്തുകയോ ദൈവാരാധന നിർത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഏതെങ്കിലും ദൈവവചൻ നിന്റെ പ്രഭാഷണം കേട്ടിട്ട്, നീ കൊടുത്ത ലീഫ്ലെറ്റ് വായിച്ചിട്ട്, നീ എഴുതിയ പുസ്തകം വായിച്ചിട്ട്, നീ നടത്തിയ പ്രസംഗങ്ങൾ കേട്ടിട്ട് ദൈവമായ കർത്താവിനെ വിട്ടിട്ട്, ആത്മീയ മാർഗങ്ങൾ വിട്ടിട്ട് പാപത്തിന്റെ മാർഗങ്ങളിലേക്ക് പിന്തിരിഞ്ഞിട്ടുണ്ടോ? നീ നടത്തിയ വമ്പൻ സ്ഥാപനങ്ങൾ വഴി, പ്രത്യേകിച്ച് പലതരത്തിലുള്ള തിയേറ്ററുകൾ, പലതരത്തിലുള്ള മറ്റ് വിനോദങ്ങൾ, ബാറ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങൾ വഴി ഈ ഭൂമിയിൽ ഏതെങ്കിലും ആത്മാവ് ദൈവത്തോടുള്ള ഐക്യം വിട്ട്, വിശുദ്ധ ജീവിതം വിട്ട് പാപത്തിലും തിന്മയിലും അടിമപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ പ്രിയ ദൈവവൈതലേ, നീ ശാപകരമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നീ വെറും ഒരു പാപം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നീ ശാപകരമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ ലോകത്തിലും പരലോകത്തിലും ഈ പാപത്തിന് മോചനം കിട്ടണമെങ്കിൽ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കണം. കാരണം വളരെ ഗൗരവമേറിയ ഒരു തിന്മയാണ് നീ വഴി ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു തിന്മ നീ വഴി പൊട്ടിപ്പുറപ്പെട്ട് അത് അനേകരിലേക്ക് പടർന്നു കഴിഞ്ഞു. ഒരു തിന്മയുടെ ലോകം തന്നെ, ഒരു തിന്മയുടെ സാമ്രാജ്യം തന്നെ ഒരുപക്ഷെ ഈ കാലയളവിൽ നീ നിമിത്തം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടാകാം. മകനെ, മകളെ, ഹൃദയം നുറുങ്ങി കർത്താവിന്റെ സന്നിധിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒട്ടും ദാക്ഷിണ്യം കൂടാതെ പ്രാർത്ഥിക്കുകയും എളിമപ്പെടുകയും അനുതപിക്കുകയും പശ്ചാത്തപിക്കുകയും പരിഹാര അരൂപിയിലേക്ക് മടങ്ങി വരികയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി ആവശ്യപ്പെടുകയാണ്. എത്രമാത്രം പ്രാർത്ഥിച്ചാലും അനുഭവം കിട്ടാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പാപകരമായ മാർഗങ്ങളിലേക്ക് ഏതെങ്കിലും ആത്മാവ് നിങ്ങളിൽ നിന്ന് വീണിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ കുടുംബത്തിലൊരു ഉത്തരവാദിത്തപ്പെട്ട കുടുംബനാഥ എന്നിരിക്കട്ടെ. നിങ്ങൾ കുടുംബത്തിൽ മദ്യപിക്കുകയും, നിങ്ങൾ കുടുംബത്തിൽ തെറി പറയുകയും, നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥന ഉപേക്ഷിക്കുകയും, നിങ്ങൾ കുടുംബത്തിൽ മ്ലേച്ഛതയിൽ തെറ്റ് കാണാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ആ കുടുംബത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കൾ നിങ്ങളുടെ മാതൃക കണ്ട് പാപത്തിലും തിന്മയിലും മ്ലേച്ഛതയിലും അസഭ്യഭാഷണത്തിലും ദൈവാരാധന ഇല്ലാത്ത ജീവിതത്തിലും പലതരത്തിലുള്ള നുണയിലും കള്ളത്തിലും പരിശീലനം നേടുന്നെങ്കിൽ ഒരു ദുർമാതൃകയല്ലേ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു നേതാവ് എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും വാക്കുകൾ, എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങൾ, എന്റെയും നിങ്ങളുടെയും പ്രബോധനങ്ങൾ, എന്റെയും നിങ്ങളുടെയും ഓരോ തരത്തിലുള്ള ഉപദേശങ്ങൾ വേറൊരു ആത്മാവ് ദൈവത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും സ്വർഗീയ മാർഗത്തിൽ നിന്നും പാപകരമായ മാർഗത്തിലേക്ക് അധപതിക്കാൻ കാരണമാകുന്നതാണോ എന്ന് നന്നായി പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ വചനം, ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്നുപോലും നിങ്ങൾ ലംഘിക്കാൻ നിങ്ങൾ നിമിത്തം മറ്റുള്ളവർക്ക് പ്രേരണ ഉണ്ടാകുകയോ ചെയ്യാത്ത വിധമുള്ള ഒരു നിർമ്മല ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. 2 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 10-ാം വാക്യം, മക്കളെ, ഇതിനെല്ലാം ഒരു ന്യായവിധിയുണ്ട്. ഇതിനെല്ലാം കാരണം നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും.
കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാം വാക്യം, ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ വരേണ്ടവരാണല്ലോ. ഈ ശരീരത്തിൽ, ഈ ശാരീരികതയിൽ ഞാനും നിങ്ങളും ചെയ്യുന്ന ഓരോ കൃത്യങ്ങൾക്കും, ഓരോ പ്രവൃത്തികൾക്കും, ഓരോ കാര്യങ്ങൾക്കും, നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ന്യായാസനത്തിങ്കിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ ന്യായാസനത്തിങ്കൽ നിൽക്കുമ്പോ നിങ്ങൾ എന്ത് വിതച്ചോ വിതച്ചത് തന്നെ കൊയ്യും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. നിങ്ങൾ വിതച്ചത് തന്നെ കൊയ്യും. നിങ്ങൾ വിതച്ചത് തന്നെ കൊയ്യും. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന വലിയ ശാപത്തിന്റെ ജീവിതം നിങ്ങൾ ഇനിയും തുടരരുതേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ താണു വീണ് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യരുത്. ദുഷ്കർമ്മം വിതച്ച്, പാപം വിതച്ച്, അശുദ്ധി വിതച്ച്, പാപഹേതുവായി പാപം വിതയ്ക്കുന്ന ഒരു വ്യക്തിയായി ഈ ഭൂമി നീ മാറരുത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമാ ലേഖനത്തിൽ 14-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. റോമാ ലേഖനം 14-ാം അധ്യായം 13-ാം വാക്യം വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, സഹോദരന് ഒരിക്കലും ഇടർച്ചയോ മാർഗതടസ്സമോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കുവിൻ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് പാപഹേതുവാകുന്നതിൽ നിന്ന് ഞങ്ങളെ വ്യത്യാസപ്പെടുത്തണമേ. ദൈവത്തിന്റെ മാർഗത്തിലൂടെ നടക്കാൻ തക്ക വിധം ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രകാശം തരണമേ. ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പാപം വ്യാപിക്കാതിരിക്കാൻ തക്ക വിധം ഞങ്ങളെ നിർമ്മലരാക്കി മാറ്റണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കെങ്കിലും ഇടർച്ചയ്ക്കോ പാപത്തിനോ കാരണമായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണമേ. ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആനകട്ടി ബസ്സിൽ കയറി 1 മണിക്കൂർ ദൂരം സൈലന്റ് വാലി ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ താവളം സഹിയോൻ ധ്യാനകേന്ദ്ര സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. നിത്യം വസിക്കും തിരുവോസ്തിരൂപാരാധന. സക്കാരിതന്നിൽ നിത്യം വസിക്കും തിരുവോസ്തിരൂപാരാധന. ആരാധന, ആരാധന, ഓസ്തി വാഴുന്ന ദൈവമേ. ജീവനും സൗഖ്യവും പ്രദാനം ചെയ്യുന്ന യേശുനാഥൻ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കാരുണ്യവാനായ ദൈവം ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവന്റെ മേലും കരുണ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും വിശ്വാസം ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകട്ടെ. രോഗികൾ, പലതരത്തിലുള്ള ക്ഷീണങ്ങളിലിരിക്കുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, പലതരത്തിലുള്ള പാപത്തിന്റെ കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, മറ്റുള്ളവരാൽ പാപത്തിലേക്ക് നയിക്കപ്പെട്ടവർ, ദുർമാതൃക നിമിത്തം മറ്റുള്ളവർക്ക് പാപകാരണമായി ഈ ഭൂമിയിൽ ഒരുപാട് ആത്മാക്കൾ നശിച്ചു പോകാനിടയായവർ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കരുണയുള്ള കർത്താവാണ്. പാപത്തിന്റെ കെട്ടുകൾ അഴിക്കുന്ന കർത്താവാണ്.
കെട്ടുകൾ അഴിച്ച് വിടുവിക്കുന്ന കർത്താവാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ദൈവജനത്തെ മുഴുവനായും അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ, ഈ സമയത്ത്, ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ലോകം അനുഗ്രഹിക്കപ്പെടുമ്പോൾ മകനെ, മകളെ, നീയും അനുഗ്രഹിക്കപ്പെടണം. ഇപ്പോൾ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ദുർമാതൃകയുടെ ജീവിതങ്ങൾ നയിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. മറ്റാത്മാക്കളെ പാപത്തിലേക്ക് നയിക്കുന്ന ദുർമാതൃകയുടെ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. പാപത്തിന്റെ കെട്ടുകൾ അഴിക്കണമേ. കർത്താവെ, ഒരിക്കലും മോചനം പ്രാപിക്കാൻ പറ്റാത്ത വിധം പിശാച് പാപത്തിൽ കുടുക്കിയിട്ടിരിക്കുന്നവരെ പാപത്തിന്റെ തടവറകളിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുർമാതൃകകളും പിളർപ്പുകളും ഇടർച്ചയും പലതരത്തിലുള്ള പാപപ്രേരണകളും നൽകി ആത്മാക്കളെ നാശത്തിലേക്ക് തള്ളിയിടുന്നവരെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, പാപത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. തങ്ങളുടെ ജീവിതത്തിന്റെ വഴി ശാപത്തിന്റെ വഴിയാണെന്നുള്ള തിരിച്ചറിവ് കൊടുത്ത് ഈ രാത്രി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ആർക്കെങ്കിലും ദുർമാതൃകയ്ക്ക് കാരണമായ ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ അനുതാപത്തോടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ ഈ നിമിഷം തന്നെ അവിടുത്തെ കരങ്ങൾ കൊണ്ട് തൊട്ട് ആ മകനെയും മകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശുദ്ധിയുടെ പാതയിലേക്ക് ഒരിക്കൽ കൂടെ കൂട്ടിക്കൊണ്ടുവരണമേ. ഉയർച്ചയുടെ പാതയിലേക്ക്, ആത്മീയ അഭിഷേകത്തിന്റെ പാതയിലേക്ക് ഒരിക്കൽ കൂടെ കൈപിടിച്ച് ഉയർത്തണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആരാധന ഓസ്തിയിൽ വാഴുന്ന ദൈവമേ. ആരാധന, ആരാധന ഓസ്തിയിൽ വാഴുന്ന ദൈവമേ. സക്രാരി തന്നെ നിത്യം. ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. വചനപ്രഘോഷണം, ദിവ്യബലി, കൗൺസിലിംഗ്, വിടുതൽ ശുശ്രൂഷ, രോഗശാന്തി ആരാധന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.